എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ടോട്ടലി മാർക്കറ്റിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. ഒരു നീണ്ട ലീവിന് ശേഷം ഇന്ന് രാവിലെ ട്രേഡിംഗ് തുടങ്ങി. നമ്മുടെ നിഫ്റ്റി 50 2.4% വരെ ഉയർന്നു. ഇത് ഏപ്രിൽ 2 ഡൊണാൾഡ് ട്രംപ് താരിഫ് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചപ്പോഴുണ്ടായിരുന്ന ആ ഒരു പ്രൈസിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന ഒരു പ്രധാന പ്രത്യേകത കൂടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. ട്രംപ് പകരം തീരുവ പ്രഖ്യാപനം മൂലമുണ്ടായ എല്ലാ നഷ്ടങ്ങളും നികത്തുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മാർക്കറ്റ് എന്നുള്ള വിശേഷണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ലഭിച്ചു. ഇതൊക്കെ തന്നെയാണെങ്കിലും ഇൻട്രാഡേയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലുള്ള ഇൻട്രാഡേയിൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് കാര്യമായ പ്രോഫിറ്റൊന്നും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയില്ല. ഇനി അഥവാ നമ്മൾ വല്ല ട്രേഡും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന തരത്തിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിന് ശേഷം, അതായത് തുടക്കം തന്നെ ഒരു 500 പോയിൻറ്റിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയും ഒരു സൈഡ് വേ എന്ന് മാത്രമേ ഇതിന് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇത്തരം മാർക്കറ്റുകളിൽ സംഭവിക്കുന്നത് പ്രീമിയം മെൽട്ടാണ്. പ്രീമിയം കുറഞ്ഞു പോകും, പ്രീമിയം ഡീകേ സംഭവിക്കും. അപ്പോൾ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ അഥവാ ട്രേഡിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് സ്റ്റോപ്പ് ഹിറ്റായിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ശത്രുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ എതിരായ ശിക്ഷാ നടപടികളെ തുടർന്ന് വേൾഡ് തലത്തിൽ തന്നെ ഒരു അസ്ഥിരത നിലനിൽക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ഇൻവെസ്റ്റേഴ്സ്, ആഗോളതലത്തിലുള്ള നിക്ഷേപകർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ താരതമ്യേന ഒരു സുരക്ഷിത മേഖലയായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കണക്കാക്കിയിരിക്കുന്നത് എന്ന അഭിപ്രായം ബ്ലൂംബർഗാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1.4 മില്യണിലധികം ജനസംഖ്യയും അതേപോലെ തന്നെ വലിയ ആഭ്യന്തര നിക്ഷേപകരുമുള്ള ഇന്ത്യൻ മാർക്കറ്റുകൾക്ക്, നമ്മുടെ മാർക്കറ്റുകൾക്ക് ആഗോളതലത്തിൽ ആഗോള മാന്ദ്യത്തെ നേരിടാൻ വളരെ മികച്ച ശേഷി ഉണ്ടെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മുടെ രാജ്യം താരിഫ് ഭീഷണികളിൽ നിന്ന് വളരെ മികച്ച പ്രതിരോധം നേടിയിട്ടുണ്ട് എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. മൊത്തം US ഇറക്കുമതിയുടെ 2.7% മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. ചൈനയുടേത് 14%, മെക്സിക്കോയുടേത് 15%. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ട്രേഡിംഗ് വാർ അതിവേഗം വർദ്ധിക്കുന്നതോടെ ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയും അതിവേഗം വളർന്നു വരികയാണ്. ചൈനയ്ക്ക് പകരമുള്ള ഒരു ഉൽപ്പാദന കേന്ദ്രമായിട്ടാണ് ഇന്ത്യയെ ഇപ്പോൾ ആഗോളതലത്തിൽ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വരും ദിവസങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 500 പോയിൻ്റ് പോസിറ്റീവിൽ 23,328 എന്നുള്ള ലെവലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 23,368 ഓപ്പൺ ചെയ്തത് 23,368 തന്നെയാണ്. 23,668 ഓപ്പൺ ചെയ്ത് പിന്നീട് 23,207 എന്നുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം 100 പോയിൻറ്റിലധികം, 23,368 ഓപ്പൺ ചെയ്ത് 23,207 വരെ 167ഓളം പോയിൻ്റ് താഴ്ന്നതിന് ശേഷം പിന്നീട് ആ ഒരു 100 പോയിൻ്റ് റിക്കവർ ചെയ്ത് ഒരു കൺസോൾട്ടേഷനിലൂടെ അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ഈ സ്റ്റോക്കുകളിലാണെങ്കിലും ഇന്ന് അത്തരത്തിലുള്ള പ്രകടനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 1,377 പോയിൻ്റാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52,379 എന്നുള്ളതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1,577 പോയിൻ്റ് പോസിറ്റീവിലാണ് 76,734 ക്ലോസ് ചെയ്തിരിക്കുന്നു.
അതേപോലെ നിഫ്റ്റി ആട്ടം 3.39%, നിഫ്റ്റി ബാങ്ക് 2.70%, നിഫ്റ്റി IT, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി റിയാലിറ്റി എല്ലാ സെക്ടറുകളും 3% മുതൽ 4% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSEയിൽ ലിസ്റ്റ് ചെയ്ത 50 സ്റ്റോക്കുകളിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ITCയും മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തത്. അതും സ്ട്രൈറ്റ്ലി 0.20% നെഗറ്റീവ് മാത്രമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഇന്ന് 6.73% നേട്ടമുണ്ടാക്കിയത്. ശ്രീറാം ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ലാർസൻ ടൂർബോ, അദാനി എൻ്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക് തുടങ്ങി 10ഓളം സ്റ്റോക്കുകൾ 5 മുതൽ 7% വരെ പോസിറ്റീവാണ്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ 77,355 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സെൻസെക്സിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക 78,751. 1400ഓളം പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ഓപ്പോസിറ്റ് പാറ്റേൺ അത് അതിൻ്റെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തിപ്പോൾ റിക്കവർ മോഡലാണുള്ളത്. ഇനി ഇപ്പോൾ ഈ മേജർ റെസിസ്റ്റൻസിന് അരികിലാണ് ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത്. അതായത് 23,426 ആ ലെവലിലാണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 23,368 23,427 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണിലാണുള്ളത് 23,800, 23,850 എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസ് സോണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് 24,200, 250 ആ റേഞ്ചിലേക്ക് പോകുമെന്നാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ഹ്യൂജ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിന് ശേഷം ഇപ്പോൾ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും എന്നാൽ ബുള്ളിഷ് ട്രെൻഡും. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ കൂടി തന്നെ ഇൻട്രാഡേ ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതേസമയം ബുള്ളിഷ് ട്രെൻഡുമാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് അവിടെ കൺസോൾട്ടേഷൻ ആവും. ഓപ്പോസിറ്റ് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് വേണമെങ്കിൽ അവിടെ കൺസോൾട്ടേഷൻ ചെയ്യും. ഓക്കെ, നമുക്ക് നാളെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ നമുക്ക് നാളെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഹൈ നാളെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് എടുത്ത് പോകാം. ഞാനത് പറയുന്നില്ല, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാത്രമേ പറയുന്നുള്ളൂ. 23,370 റെസിസ്റ്റൻസും 23,265 സപ്പോർട്ടും നമുക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇന്നത്തെ ആൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി പോസിബിളാണ്. 52,486. ഓക്കെ, 52,490 എന്ന് വെച്ചോളൂ. നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 52,040. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ കൂടുതൽ സങ്കീർണമായി ചിന്തിച്ച് ആലോചിക്കേണ്ടതില്ല. 76,910. ഓക്കെ, 76,910 റെസിസ്റ്റൻസ് ആക്കാം. അതേസമയം സപ്പോർട്ട് എന്ന് പറയുന്നത് 76,600. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. നാളെ അത് ബ്രേക്ക് ഔട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെയെങ്കിലും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.